ഹലോ, ഇന്ന് നമുക്ക് പിസ്റ്റണിൻ്റെ ഡിസൈനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പിസ്റ്റണിലെ ഡിസൈൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗിവൺ ഡാറ്റ ആയിട്ട് മിക്കപ്പോഴും പിസ്റ്റണിൻ്റെ ഡയമീറ്ററും പിസ്റ്റൺ ഏത് മെറ്റീരിയൽ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഇനി കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിസ്റ്റൺ ഹെഡിലെ ഡയമെൻഷൻ. പിസ്റ്റൺ ഹെഡ് ഓർ ക്രൗണിലെ ഡയമെൻഷൻ ഉദ്ദേശിക്കുന്നത് പിസ്റ്റണിലെ ഇവിടുത്തെ തിക്നെസ്സാണ്. ഈ ഒരു തിക്നെസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ തിക്നെസ് കണ്ടുപിടിക്കുന്നതിന് മെയിനായിട്ട് രണ്ട് മെത്തേഡുണ്ട്. അതായത് ഈ പിസ്റ്റണിൻ്റെ മുകളിൽ ഗ്യാസ് എക്സ്പാൻഷൻ നടക്കും, ഗ്യാസ് പ്രഷർ വരും. ഗ്യാസ് പ്രഷർ വരുമ്പോൾ രണ്ട് ടൈപ്പ് ലോഡാണ് അവിടെ വരുന്നത്, മെക്കാനിക്കൽ ലോഡും തെർമൽ ലോഡും. ഈ രണ്ട് ലോഡിനെയും ബേസ് ചെയ്ത് മെക്കാനിക്കൽ ലോഡ് ബേസ് ചെയ്തിട്ട് തിക്നെസ് കണ്ടുപിടിക്കാൻ പറ്റും, തെർമൽ ലോഡിനെ ബേസ് ചെയ്തിട്ടും തിക്നെസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള വാല്യൂ ആ തിക്നെസ് വേണം ചൂസ് ചെയ്യാൻ. അത് നെക്സ്റ്റ് പോർഷനിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷമുള്ള ഡിസൈൻ എന്ന് പറയുന്നത് റിംഗ് സെക്ഷനിലാണ്. അപ്പോൾ ഈ റിംഗ് സെക്ഷനിൽ പിസ്റ്റൺ റിങ്ങുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് റിംഗ് സെക്ഷനിലെ പിസ്റ്റൺ റിങ്ങിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത അടുത്ത സ്റ്റെപ്പ്. ഇപ്പോൾ റിംഗ് സെക്ഷൻ റിംഗ് സെക്ഷൻ ഉദ്ദേശിക്കുന്നത് അതിന് റിങ്ങിൻ്റെ ഹൈറ്റും റിങ്ങിൻ്റെ തിക്നെസ്സാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഡിസൈൻ ചെയ്യാനുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ ബാരലാണ്. പിസ്റ്റൺ ബാരൽ, അതായത് പിസ്റ്റൺ ബാരലിൻ്റെ ലെങ്ത്, പിസ്റ്റൺ ബാരലിലെ തിക്നെസ് ഒക്കെയാണ് ഡിസൈൻ ചെയ്യാനുള്ളത്. അതിനുശേഷം ഡിസൈൻ ചെയ്യേണ്ടത് പിസ്റ്റൺ പിൻ. പിസ്റ്റൺ പിന്നിൻ്റെ ഡയമെൻഷൻസ്, അതായത് പിസ്റ്റൺ പിൻ ഡയമീറ്ററും ലെങ്തും ഒക്കെയാണ് ഡിസൈൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുശേഷം വരുന്ന പോർഷനാണ് പിസ്റ്റൺ സ്കർട്ട്. പിസ്റ്റൺ സ്കർട്ടിൻ്റെ ഡയമെൻഷൻ കൂടെ ഡിഫൈൻ ചെയ്യണം. ഇത്രയും ആകുമ്പോഴേക്കും പിസ്റ്റൻ്റെ ഡിസൈൻ പ്രൊസീജിയേഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആവും. ഈ പിസ്റ്റൺ ഡിസൈനിലെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദി പിസ്റ്റൺ ഹെഡാണ്. അതാണ് ആദ്യം കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതിന് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻ ഉണ്ട്, 18.13A-യും 18.13C-യും. അപ്പോൾ ഈ 18.13A ഇക്വേഷൻ ഫോം ചെയ്തേക്കുന്നത് മെക്കാനിക്കൽ ലോഡ് ബേസ് ചെയ്തിട്ടാണ്. അതായത് പിസ്റ്റൻ്റെ മുകളിൽ ഗ്യാസ് എക്സ്പാൻഷൻ നടക്കുമ്പോൾ മെക്കാനിക്കൽ ലോഡ് വരും. അപ്പോൾ അതിനകത്ത് ഉള്ള വേരിയബിൾ നോക്കിയാൽ മനസ്സിലാവും. T1 ഈസ് ഈക്വൽ ടു 0.43D√P/σD. അപ്പോൾ ഓരോ വേരിയബിളായിട്ട് പരിചയപ്പെടാം. അതിനകത്ത് P എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പ്രഷറാണ്, അതായത് ഗ്യാസ് പ്രഷർ, അത് തന്നിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യനിൽ. D ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ, ദെൻ σD അലോവബിൾ ടെൻസൈൽ സ്ട്രെസ്. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ തന്നിരിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് വേണം σD വാല്യൂ ചൂസ് ചെയ്യാൻ. ഇപ്പോൾ ഗുഡ് ക്ലോസ് ഗ്രൈൻഡ് കാസ്റ്റ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അലുമിനിയം അലോയ് വിത്ത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് 137 ഒക്കെ ആണെങ്കിൽ σD 38 MN/m അല്ലെങ്കിൽ 38 MPa ചൂസ് ചെയ്യാം. ഇതല്ല നിക്കൽ കാസ്റ്റ് ആണെങ്കിൽ 55 MPa, ഫോർജ്ഡ് സ്റ്റീൽ ആണെങ്കിൽ 82.5 MPa. അത് ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ തരും, അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണം ചൂസ് ചെയ്യുക. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് T1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ തെർമൽ ലോഡ് ബേസ് ചെയ്തിട്ടുള്ള തിക്നെസ്സിൻ്റെ കാൽക്കുലേഷനാണ്. തെർമൽ ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഫ്ലൂയിഡ് ഗ്യാസ് എക്സ്പാൻഷൻ നടക്കുമ്പോൾ ഹീറ്റ് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഹീറ്റ് ഫ്ലോ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് 18.13C. അതിനകത്തുള്ള വേരിയബിൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം. അതിനകത്ത് Q എന്ന് പറയുന്നത് ഹീറ്റ് ഫ്ലോ ഫ്രം ഗ്യാസസ് ആണ്. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പിസ്റ്റൺ മെറ്റീരിയൽ. അതിനകത്ത് ഓരോ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ കാസ്റ്റേൺ പിസ്റ്റൺ 4 സ്ട്രോക്ക് എഞ്ചിനൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ റേഞ്ച് 32,000 to 128,000 ആണ്. അപ്പോൾ ഇതിനിടയ്ക്കുള്ളൊരു വാല്യൂ ചൂസ് ചെയ്യുക. അതല്ല അലുമിനിയം പിസ്റ്റണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ Q വാല്യൂ 64,000 to 256,000, അതിനിടയ്ക്കുള്ളൊരു വാല്യൂ ചൂസ് ചെയ്യുക. ഇനി അടുത്ത വേരിയബിൾ തെർമൽ കണ്ടക്ടിവിറ്റി K ആണ്. Kയുടെ വാല്യൂ കാസ്റ്റ് അയണിന് 460യും അലുമിനിയത്തിന് 1600 ആണ്. അടുത്ത വേരിയബിൾ TCയും TE ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത് TC - TE വാല്യൂ ആണ്. അപ്പോൾ ആ ഡിഫറൻസ് ഇവിടെ തന്നിട്ടുണ്ട്. TC - TE 222 ഫോർ കാസ്റ്റ് അയണും TC - TE 111 ഫോർ അലുമിനിയമാണ് ചൂസ് ചെയ്യാനുള്ളത്.
ഇക്വേഷൻ 18.13 എല്ലാ വേരിയബിൾസും കണ്ടുപിടിച്ചതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് T1 വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് T1ന് രണ്ട് വാല്യൂസ് ഉണ്ട് ബേസ്ഡ് ഓൺ 18.13A ആൻഡ് ഇക്വേഷൻ 18.13C. ഈ രണ്ട് വാല്യൂയും കമ്പയർ ചെയ്ത് ഹയസ്റ്റ് വാല്യൂ വേണം തിക്നെസ് ഓഫ് ദ പിസ്റ്റൺ ഹെഡായിട്ട് ചൂസ് ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് ഡിസൈൻ ചെയ്യാനുള്ള പാരാമീറ്റർ ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ പിൻ. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 18.15Aയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ D is equal to pi d square P max divided by 4 into L1 PB. അപ്പോൾ അതിനകത്ത് ഓരോ വേരിയബിളായിട്ട് പരിചയപ്പെടാം. അപ്പോൾ L1 is equal to KP into D. L1 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി പിസ്റ്റൺ പിൻ ബിയറിംഗ് അല്ലെങ്കിൽ ഗഡ്ജൻ പിൻ ബിയറിംഗ് ആണ്. പിന്നെ MM ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ L1 is equal to KP into D. അപ്പോൾ ഈ KP എന്ന് പറയുന്നത് പെട്രോൾ ആൻഡ് ഗ്യാസ് എഞ്ചിൻ ആണെങ്കിൽ 1.5ഉം ഓയിൽ എഞ്ചിൻ ആണെങ്കിൽ 2 യൂസ് ചെയ്യണം. അപ്പോൾ അടുത്ത D എന്ന് പറയുന്നത് പിസ്റ്റൺ പിൻ ഡയമീറ്റർ ആണ്. അതവിടെ വേരിയബിൾ ആയിട്ട് തന്നെ അൺനോൺ ആയിട്ട് തന്നെ കിടക്കും. അടുത്ത വേരിയബിൾ PB ബെയറിംഗ് പ്രഷർ. ബെയറിംഗ് പ്രഷർ ഏത് ടൈപ്പ് എഞ്ചിനാണോ അതനുസരിച്ച് വേണം ചൂസ് ചെയ്യാൻ. ഇപ്പോൾ ഗ്യാസ് എഞ്ചിൻ ആണെങ്കിൽ 12.4 MPa, ഓയിൽ എഞ്ചിൻ 15 MPa, ഓട്ടോമോട്ടീവ് എഞ്ചിൻ ആണെങ്കിൽ 15.7 MPa. ഇപ്പോൾ ഏതാണോ എഞ്ചിൻ അതനുസരിച്ച് PB വാല്യൂ ചൂസ് ചെയ്യാം. ഇനി ക്യാപിറ്റൽ D എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ പിന്നിന് വേണ്ടി സോൾവ് ചെയ്യുക. ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ പിൻ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ പിസ്റ്റൺ പിന്നിൻ്റെ സ്ട്രെങ്ത് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ബേസ്ഡ് ഓൺ ഇക്വേഷൻ 18.16. പ്രകാരം സിഗ്മ B is equal to FPD ഡിവൈഡഡ് ബൈ 18Z. അപ്പോൾ അതിനകത്ത് ഓരോ വേരിയബിളായിട്ട് നോക്കിയാൽ സിഗ്മ B ബെൻഡിങ് സ്ട്രെസ് ആണ്. അപ്പോൾ ഈ ബെൻഡിങ് സ്ട്രെസ് വാല്യൂ പിസ്റ്റൺ പിൻ മെറ്റീരിയൽ ഏതാണോ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ച് വേണം എടുക്കാൻ. അപ്പോൾ കേസ് ഹാർഡൻഡ് കാർബൺ സ്റ്റീലാണ് എടുക്കുന്നതെങ്കിൽ വാല്യൂ 82 MPa, ഹീറ്റ് ട്രീറ്റഡ് അലോയ് സ്റ്റീലാണെങ്കിൽ 137 MPa. ആ വാല്യൂ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് ചൂസ് ചെയ്യാം. അതിന് ശേഷം നോക്കാനുള്ള വേരിയബിൾ FP എന്ന് മാക്സിമം ലോഡ് ഓൺ ദ പിസ്റ്റൺ ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട് P max ഇൻറ്റു pi/4 d². P max ഗ്യാസ് പ്രഷർ, ദെൻ D ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ. അപ്പോൾ ആ ഏരിയ ക്രോസ് സെക്ഷൻ ഇൻറ്റു പ്രഷറാണ് FP വാല്യൂ. അതിന് ശേഷമുള്ള വേരിയബിൾ Z സെക്ഷൻ മോഡുലസ്. അപ്പോൾ സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ pi d³/32 ആണ്. അപ്പോൾ അതിനകത്ത് സ്മാൾ d എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ പിൻ ആണ്. അപ്പോൾ വാല്യൂ ഓഫ് Z FP സിഗ്മ B. അപ്പോൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് സിഗ്മ FP വാല്യൂ, D വാല്യൂ, Z വാല്യൂ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഈ തന്നിരിക്കുന്ന സിഗ്മ B വാല്യൂവിനെ ക്രോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ചെക്ക് ചെയ്യുന്നത്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്തായാലും 82 MPa കേസ് ഹാർഡൻ സ്റ്റീലാണെങ്കിൽ 82 MPa കുറവായിരിക്കണം. അപ്പോൾ ആ ഡിസൈൻ സേഫ് ആയിരിക്കും. അതല്ല ഹീറ്റ് ട്രീറ്റഡ് അലോയ് സ്റ്റീലാണെങ്കിൽ FP D Z വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ 137 കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പിസ്റ്റൺ പിൻ ഡിസൈൻ ചെയ്തത് സേഫ്, അതിൻ്റെ ഡയമെൻഷൻ സേഫ് ആണെന്ന് പറയാം. അടുത്തതായിട്ട് ഡിസൈൻ ചെയ്യാനുള്ള പാർട്ട് പിസ്റ്റൺ റിങ്സ് ആണ്. അതിന് ചൂസ് ചെയ്യുന്ന ഇക്വേഷൻ 18.17A. അതായത് റേഡിയൽ തിക്നെസ് ഓഫ് ദ കാസ്റ്റ് ആൻഡ് സ്നാപ്പ് റിംഗ് TR ഈസ് ഈക്വൽ ടു D ഇൻറ്റു √3PR/സിഗ്മ. അപ്പോൾ അതിനകത്ത് ഓരോ വേരിയബിളായിട്ട് നോക്കാം. സിഗ്മ ഇപ്പോൾ കാസ്റ്റ് ആൻഡ് സ്നാപ്പ് റിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സിഗ്മ വാല്യൂ 82 to 110 MPa ആയിരിക്കും. അപ്പോൾ ഇതിനിടയ്ക്കുള്ള വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാം.
അടുത്ത വേരിയബിൾ ഡയമീറ്റർ ഓഫ് ദ ക്യാപിറ്റൽ ഡി ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ. അതിനടുത്തുള്ള വേരിയബിൾ പി ആർ. പി ആർ മാഗ്നിറ്റ്യൂഡ് ഓഫ് റേഡിയൽ പ്രഷർ ഓൺ പിസ്റ്റൺ റിങ്സ്. അപ്പോൾ അതിൻ്റെ വാല്യൂവിന് വേണ്ടി റെഫർ ചെയ്യാനുള്ള ടേബിൾ 18.9 ആണ്. ഈ ടേബിൾ 18.9ൽ ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് റേഡിയൽ പ്രഷർ, പിസ്റ്റൺ റിംഗ് റേഡിയൽ പ്രഷറിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ടൈപ്പ് ഓഫ് എൻജിൻ, ഇപ്പോൾ സ്റ്റീം എൻജിനാണോ, ഗ്യാസ് ഓർ ഓയിൽ എൻജിനാണോ, പെട്രോൾ എൻജിനാണോ, അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അത് നോക്കിയതിന് ശേഷം വാല്യൂ റേഞ്ച് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെട്രോൾ എൻജിനാണ് ഡിസൈൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ വാല്യൂ റേഞ്ച് തന്നേക്കുന്നത് 0.027462 0.03432 മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പ്രഷർ വാല്യൂസ്. അപ്പോൾ ആ വാല്യൂവിന് ഇതിനിടയ്ക്കുള്ളൊരു വാല്യൂ ഇഷ്ടമുള്ള കണക്ക് ചൂസ് ചെയ്യാം. ഈ പി ആർ വാല്യൂ ടേബിൾ 18.9 എടുത്തതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടി ആർ വാല്യൂ കണ്ടുപിടിക്കുക. ടി ആർ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത് കണ്ടുപിടിക്കാനുള്ള ഡെപ്ത് ഓഫ് ദി പിസ്റ്റൺ റിംഗ് ആണ് എച്ച്. എച്ച് വാല്യൂവിൻ്റെ ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു 0.7 TR to TR. അപ്പോൾ അതിനിടയ്ക്കുള്ളൊരു സ്യൂട്ടബിൾ ആയിട്ടൊരു വാല്യൂ എടുത്ത് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് എച്ച് ടോട്ടൽ ഡെപ്ത് ഓഫ് ദി പിസ്റ്റൺ റിങ്സ് ആണ്. അപ്പോൾ എച്ച് ടോട്ടലിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എച്ച് ടോട്ടൽ ഇസ് ഈക്വൽ D/15 + 15.2 mm ഫോർ സ്റ്റീം എൻജിൻ, അല്ലെങ്കിൽ D/7 + 6 mm ഫോർ ഗ്യാസ് ഓർ ഓയിൽ എൻജിൻ, അതും അല്ലെങ്കിൽ എച്ച് ടോട്ടൽ D/5.5 ഫോർ പെട്രോൾ എൻജിൻ. അപ്പോൾ ഇതിന് ഏതെങ്കിലും ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിനനുസരിച്ച് എച്ച് ടോട്ടൽ കണ്ടുപിടിക്കാം. എച്ച് വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത ചെക്ക് ചെയ്യാനുള്ളത് നമ്പർ ഓഫ് പിസ്റ്റൺ റിങ്സ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് പിസ്റ്റൺ റിങ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ 18.17C യൂസ് ചെയ്യാം. അതായത് H is equal to D/10I. അപ്പോൾ Hൻ്റെ വാല്യൂ ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് I വാല്യൂ കണ്ടുപിടിക്കാം. I വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അതൊരു ഹോൾ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് ഒരു നമ്പർ ഓഫ് പിസ്റ്റൺ റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, ഹോൾ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കുക. ഈ നമ്പർ ഓഫ് പിസ്റ്റൺ റിങ്സ് കണ്ടുപിടിച്ചതിന് ശേഷം ഡിസ്റ്റൻസ് ഫ്രം ടോപ്പ് ഓഫ് ദ ഫസ്റ്റ് ഗ്രൂവ്, അതായത് TG, അത് കണ്ടുപിടിക്കുക. ലാൻഡ്സ് ബിറ്റ്വീൻ ദ റിംഗ് ഗ്രൂവ്സ്, T ലാൻഡ്, അത് കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നോക്കിയാൽ അതിൻ്റെ വേരിയബിൾ ഇപ്പോൾ TG is equal to T1 to 1.2 T1 ആണ്. അപ്പോൾ T1ൻ്റെ വാല്യൂ അറിയാവുന്നതുകൊണ്ട് TG കണ്ടുപിടിക്കാം. T ലാൻഡ് ഈക്വൽ ടു H ഓർ സ്ലൈറ്റ്ലി ലെസ് ദാൻ H. അപ്പം H വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് T ലാൻഡും കണ്ടുപിടിക്കാം. അടുത്തതായിട്ട് കണ്ടുപിടിക്കാനുള്ള പാരാമീറ്റർ മാക്സിമം തിക്നെസ് ഓഫ് ദ പിസ്റ്റൺ ബാരൽ, ഇക്വേഷൻ 18.13D. അപ്പോൾ T3 is equal to 0.03D plus B plus 4.5 mm, അതാണ് ഇക്വേഷൻ. അതിനകത്ത് ഉള്ള വേരിയബിൾ B is equal to TR plus 0.4 mm, അതായത് ഡെപ്ത് ഓഫ് ദ റിംഗ് ഗ്രൂവ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ TR നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. TR is equal to റേഡിയൽ വിഡ്ത്ത് ഓഫ് ദ പിസ്റ്റൺ റിംഗ്. നേരത്തെ ഇക്വേഷൻ യൂസ് ചെയ്ത് TR വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ കിട്ടിയ TR വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് T3 വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതിനുശേഷം കണ്ടുപിടിക്കാനുള്ള വേരിയബിൾ വാൾ തിക്നെസ് ടുവേർഡ്സ് ദ ഓപ്പൺ എൻഡ് ഓഫ് പിസ്റ്റൺ ആണ്, T4 വാല്യൂ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 18.13F. T4 is equal to 0.25 T3 to 0.35 T3. ഇപ്പോൾ T3 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് T4 കണ്ടുപിടിക്കാം. ഇനി ലെങ്ത് ഓഫ് ദ പിസ്റ്റൺ ഡിഫൈൻ ചെയ്യുക. ലെങ്ത് ഓഫ് ദ പിസ്റ്റൺ L is equal to ഡയമീറ്റർ ഓഫ് ദ D or to 1.5D ആണ്. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഞ്ച് എടുത്തിട്ട് ലെങ്ത് ഓഫ് ദ പിസ്റ്റണും കണ്ടുപിടിക്കാം. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഡയമെൻഷൻസ് ഏതൊക്കെയാണെന്ന്. അതായത് ക്രൗൺ ഹെഡ് തിക്നെസ് T1, T3 വാല്യൂ ബാരൽ തിക്നെസ് T3, ലെങ്ത് ഓഫ് ദ പിസ്റ്റൺ ബാരൽ L, എൻഡ് പോർഷനിൽ വരുന്ന തിക്നെസ് T4, ദെൻ റിംഗ് സെക്ഷനിലെ
ഡെപ്ത്, ടോട്ടൽ എച്ച് വാല്യൂ. ഇതെല്ലാം നമ്മൾ ഓരോരോ ഇക്വേഷൻസ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്.